നമസ്കാരം. ഇസ്രായേൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണ്. ഗസയിൽ യുദ്ധം നയിച്ച മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെ പ്രമുഖരാണ് ഇത് പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ ആയിരങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റിന്റെ മേധാവിയെ മാറ്റുന്നതിനെതിരെ ജനരോഷം തിളക്കുമ്പോഴാണ് മറ്റൊരു വിവാദ തീരുമാനം നെതന്യാഹു എടുക്കുന്നത്. ജഡ്ജിമാരുടെ നിയമനത്തിൽ രാഷ്ട്രീയക്കാരുടെ അധികാരം വിപുലീകരിക്കുന്ന നിയമമാണ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത്. അതിനിടെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഗ്രീൻലൻഡിലെത്തി. ഗ്രീൻലൻഡ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയുടെ നിഴലിലാണ് സന്ദർശനം. മ്യാൻമറിലും തായ്ലൻഡിലും ഭൂചലനം ആയിരങ്ങളുടെ ജീവനെടുത്തു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിതസിലേക്ക് സ്വാഗതം. സമാധാനത്തോടെ ഇത്തവണയെങ്കിലും പെരുന്നാൾ ആഘോഷിക്കാം എന്നായിരുന്നു ഗസക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെടിനിർത്തൽ പ്രതീക്ഷകളെല്ലാം പൊളിച്ചു. മൈലാഞ്ചി അണിയേണ്ട കുഞ്ഞുകൈകളിൽ പെരുന്നാൾ രാത്രിയിലും ഇസ്രായേൽ ചോരയൊഴുക്കി. രണ്ടാഴ്ചക്കിടെ 300 കുഞ്ഞുങ്ങളെയാണ് ഗസയിൽ ഇസ്രായേൽ കൊന്നത്. പെരുന്നാൾ ദിനത്തിലും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല. ഭക്ഷണം വിതരണം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ് ഇസ്രായേൽ. ഗസയിൽ മാത്രമല്ല, ലബനാനിലും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ബൈറൂത്തിൽ ബോംബ് വീണത് സാധാരണക്കാർക്കു മേലായിരുന്നു. നവംബറിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇതാദ്യമായാണ് ബൈറൂത്തിൽ ഇസ്രായേൽ ബോംബിടുന്നത്. സംഘർഷത്തെ പശ്ചിമേഷ്യയിലാകെ വ്യാപിപ്പിക്കാനാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശ്രമം. യമനിലെ ഹൂത്തികൾക്കെതിരെയുള്ള സൈനിക നടപടികൾ ചർച്ച ചെയ്യുന്ന സമൂഹമാധ്യമ ഗ്രൂപ്പിൽ മാധ്യമപ്രവർത്തകനെ ഉൾപ്പെടുത്തിയത് അമേരിക്കയിൽ വലിയ വിവാദമായി. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് തുടങ്ങി ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ സൈനിക പദ്ധതികൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിലാണ് വൻ അബദ്ധം സംഭവിച്ചത്. ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തിയ വിവരം ദ അറ്റ്ലാന്റിക് മാഗസിന്റെ ചീഫ് എഡിറ്റർ ജെഫ്രി ഗോൾഡ്ബർഗാണ് വെളിപ്പെടുത്തിയത്. യൂറോപ്പിനെതിരായ കമന്റുകൾ വരെ പുറത്തുവന്നത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി. ഉത്തരവാദിത്തം ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൻസ് ഏറ്റെടുത്തു. സ്വന്തം മണ്ണ് ഒരു ആഭ്യന്തര കലാപത്തിന്റെ തീപ്പൊരി കാത്തുനിൽക്കുമ്പോഴും ഇസ്രായേൽ ഗസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ്. ഗസയിൽ സൈനിക ഭരണം സ്ഥാപിക്കാനും ഫലസ്തീനികളെ പൂർണ്ണമായും നിയന്ത്രിക്കാനുമാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. പക്ഷേ നെതന്യാഹുവിന്റെ പദ്ധതിയിൽ ഒരു വ്യക്തതയുമില്ല. ടോട്ടൽ വിക്ടറി എന്ന് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധലക്ഷ്യം നേടുക പ്രായോഗികമല്ല എന്ന് ഇസ്രായേലി തിങ്ക് ടാങ്കുകൾ തന്നെ പറയുന്നു. മ്യാൻമറിനെയും തായ്ലാൻഡിനെയും പിടിച്ചുകുലുക്കിയ ഭൂചലനം ആയിരക്കണക്കിന് പേരുടെ ജീവനാണ് എടുത്തത്. ഭൂകമ്പ സമയത്തെ ദൃശ്യങ്ങൾ ലോകത്തെയാകെ ഞെട്ടിക്കുന്നതായിരുന്നു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ചൈനയുടെ ചില ഭാഗങ്ങളിലും പ്രകമ്പനം സൃഷ്ടിച്ചു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടങ്ങളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലൊന്നാണ് മ്യാൻമർ. കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയുടെ നടുവിലേക്കാണ് മ്യാൻമറിൽ ഭൂകമ്പമെത്തിയത്. 2021 മുതൽ ആങ് സാൻ സൂചിയെ തടവിലാക്കി അധികാരം പിടിച്ച സൈനിക നേതൃത്വമാണ് അവിടെ ഭരണം നടത്തുന്നത്. എല്ലാ ജനാധിപത്യ ശബ്ദങ്ങളും അവിടെ ഇല്ലാതാക്കിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പട്ടാളത്തിന് നിയന്ത്രണമില്ല. നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സർക്കാർ അധികാരത്തിൽ ഏറിയിരിക്കുകയാണ് ചിലയിടങ്ങളിൽ. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം അവതാളത്തിലായതും. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഗ്രീൻലൻഡിലെത്തിയിരിക്കുന്നു. ഗ്രീൻലൻഡിന്റെ വടക്കൻ തീരത്തെ US വ്യോമത്താവളത്തിലായിരുന്നു സന്ദർശനം. ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ ദ്വീപായ ഗ്രീൻലൻഡിനെ USന്റെ ഭാഗമാക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടെ മാർച്ച് 11 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിരുദ്ധരായ ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിക്കുകയും ചെയ്തു. ഗ്രീൻലൻഡ് ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം തന്നെയാണ് JD വാൻസും സന്ദർശനത്തിനിടെ ഉയർത്തിയിരിക്കുന്നത്. ക്രിട്ടിക്കൽ മിനറൽസ് കൈക്കലാക്കാനുള്ള യുദ്ധമാണ് വരാൻ പോകുന്നത്. ആഗോളതലത്തിൽ അത്യപൂർവമായതും വരും കാലങ്ങളിൽ അതിയായ ഉപയോഗമുള്ളതുമായ ഇത്തരം ധാതുക്കൾക്കു വേണ്ടിയാണ് ഗ്രീൻലൻഡ് കൈക്കലാക്കാനും അമേരിക്ക ശ്രമിക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും വൈദ്യുത വാഹനങ്ങളും മുതൽ അത്യാധുനിക ആയുധ നിർമ്മാണത്തിനും AI ചിപ്പുകൾക്കും വരെ ഈ ധാതുക്കൾ വേണം. ഈ ധാതുക്കളുടെ കാര്യത്തിൽ നിലവിൽ മേൽക്കൈ ചൈനയ്ക്കാണ്. അതിൽ അധീശത്വം നേടാനാണ് അമേരിക്കയുടെ പരിധിവിട്ട കളി. വേൾഡ് വിതസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.